കോഴിക്കോട് ഫറൂഖിൽ ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കരുവൻതിരുത്തി സ്വദേശിയായ മുനീറയാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് ഭർത്താവ് ജബ്ബാർ മുനീറയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, എന്താണ് അറിയുന്നത്? പറയൂ. പൂജ, വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് കോഴിക്കോട് നിന്ന് ഇന്ന് രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട് ഫാറൂഖ് കോളേജിന് സമീപത്ത് അവിടെ താമസിക്കുന്ന KM ജബ്ബാർ അവരുടെ ഭാര്യ മുനീറയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നത്. കഴുത്തിനും തലയ്ക്കും കൈക്കും വെട്ടുകത്തിക്കൊണ്ട് മാരകമായ രീതിയിൽ പരിക്കേൽപ്പിച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെ ഭാര്യ മുനീറ, ഈ സ്ത്രീ മുനീറ എന്ന് പറയുന്ന ഈ സ്ത്രീ മരണപ്പെട്ടുവെന്ന വിവരമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നത്. അന്ന് തന്നെ ഡോക്ടർമാരൊക്കെ പറഞ്ഞിരുന്നത് ഒരു പക്ഷേ കിട്ടാൻ സാധ്യത കുറവാണ്, അത്രയും പരിക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് പുലർച്ചെ മരണപ്പെടുകയും ചെയ്തു. ഈ KM ജബ്ബാറിനെ അന്ന് തന്നെ ഫറൂഖ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. വധശ്രമം എന്ന വകുപ്പ് ചുമത്തിയാണ് കേസും അതിൽ എടുത്തിരുന്നത്. ബുധനാഴ്ച രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. ബുധനാഴ്ച രാവിലെ ഈ മുനീറ എന്ന് പറയുന്ന സ്ത്രീ തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവരാണ്. രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങുന്ന സമയത്ത് ഭർത്താവായിട്ടുള്ള KM ജബ്ബാർ ഇവരോട് പണം ആവശ്യപ്പെട്ടു. ആ പണം ആവശ്യപ്പെട്ട സമയത്ത് അത് കൊടുക്കാൻ കൂട്ടാക്കിയില്ല. സ്ഥിരമായിട്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് ഈ KM ജബ്ബാർ. അത് ആവശ്യപ്പെട്ട പണം കൊടുക്കാതെ വന്നപ്പോൾ മുറിയിൽ കുറ്റിയിട്ട് വെട്ടുകത്തിക്കൊണ്ട് തലയ്ക്കും കഴുത്തിനും കൈക്കും മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ തന്നെ അവിടെയുള്ള ആളുകളെ കൂടി എത്തിയത് കൊണ്ടാണ് ആശുപത്രിയിൽ എത്തിക്കാനും മറ്റുമൊക്കെ അന്ന് സാധിച്ചത് എന്നും പറയുന്നു. ഇയാൾ സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നും പോലീസ് പ്രാഥമികമായി അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രശ്നത്തിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ അത് പോയത് എന്ന് പറയുന്നു. കഴിഞ്ഞ ഒരു വർഷം മുൻപും സമാനമായ രീതിയിൽ മുനീറക്കെതിരെ ഈ ജബ്ബാർ ആക്രമണം നടത്തിയിരുന്നു. അന്ന് ഇത് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി അന്നും കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് രണ്ടുപേരും വിവാഹബന്ധം വേർപിരിയുക എന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതാണ്. പിന്നീട് മുനീറ തന്നെ വേർപിരിയുന്നില്ല, ജബ്ബാറിനൊപ്പം താമസിക്കാം, ജബ്ബാറിനൊപ്പം കഴിയാമെന്ന് പറഞ്ഞുകൊണ്ട് മുനീറ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ബുധനാഴ്ച ഈ KM ജബ്ബാർ തൻ്റെ സ്വന്തം ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഒടുവിൽ ഇന്ന് മുനീറ എന്ന സ്ത്രീ മരണപ്പെടുകയും ചെയ്തു.